ഞാനൊന്ന് മുബഷീറിലേക്ക് കൂടി പോയി വരാം. മുബഷീർ UDF-ൽ മാത്രമല്ല LDF-ലും ഉണ്ട് പോര്. അത് CPM-ഉം CPI-യും തമ്മിലാണ്. തെരഞ്ഞെടുപ്പിൽ CPI CPM-നിട്ടൊരു പണി കൊടുക്കാൻ സാധ്യതയുണ്ടോ മുബഷീർ ഈ അവസ്ഥ പോയാൽ? ഡോക്ടർ കുമാർ, CPM-നെ സംബന്ധിച്ച് അത്തരമൊരു വെല്ലുവിളിയുണ്ട്, ആശങ്കയുണ്ട്. മിക്കയിടങ്ങളിലും CPI CPM തർക്കം അത് മുന്നണി സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രചാരണങ്ങളിലൊക്കെ തന്നെ CPI സജീവമായി ഇറങ്ങാത്ത ഇടങ്ങളിലെല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ആശങ്ക പൊതുവെ മുന്നണിയിലുണ്ട് എന്നുള്ളതാണ്. തൃക്കാക്കര നഗരസഭയിലാണ് പ്രധാനമായിട്ടും LDF വലിയൊരു പ്രശ്നം നേരിടുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KT എൽദോയെ അവസാന ഘട്ടത്തിൽ മാറ്റിയതിൽ CPM-നെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് വലിയ വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക. ലോക്കൽ കമ്മിറ്റി അംഗം NK പ്രദീപിനെ ഒഴിവാക്കിയതിലും CPM-നെ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. മിക്കയിടങ്ങളിലും CPI-യുമായി ബന്ധപ്പെട്ട തർക്കമാണ് മുന്നണിയെ പ്രധാനമായിട്ടും അലട്ടുന്നത്. അർഷോക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടി മത്സരിക്കുന്നതിൽ CPI-യിലും ഭിന്നത തുടരുന്നുണ്ട്. ഉണിച്ചിറയിലേക്ക് എത്തുമ്പോൾ CPM-ന്റെ കൗൺസിലറായിരുന്ന ദിലീപ് കുമാറും HMT ജംഗ്ഷനിൽ CPM അംഗത്വം രാജിവെച്ച സിദ്ദീഖും റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റേതൊരു സമാനമായ രീതിയിൽ CPM-നെയും LDF-നെയും അല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം CPM തന്നെ അവകാശപ്പെട്ടിരുന്ന അത്തരത്തിലുള്ള വിമത സ്വരങ്ങളൊന്നും അവരുടെ മുന്നണിയിലില്ല, CPM-ൽ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കളമശ്ശേരിയിലും മുണിച്ചിറയിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള വിമത സ്ഥാനാർത്ഥികൾ അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കോതമംഗലത്തേക്ക് എത്തുമ്പോൾ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ CPI ഇല്ലാതെയാണ് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നൊരു പരാതി CPI തന്നെ ഉന്നയിക്കുന്നുണ്ട്. CPI മത്സരിച്ചിരുന്ന വാർഡിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു പരാതിയും CPI പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളാണെങ്കിൽ ഇവിടെ മുന്നണിക്കുള്ളിൽ CPM-ഉം CPI-യും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. വാർഡുകൾ പല പഞ്ചായത്തുകളിലും വർദ്ധിച്ചെങ്കിലും ആനുപാതികമായി സീറ്റുകൾ ലഭിച്ചില്ലെന്നുള്ളതാണ് CPI-യുടെ പ്രധാനപ്പെട്ട പരാതി. ഈ പല്ലാരിമംഗലം പഞ്ചായത്തിലേക്ക് എത്തുന്ന സമയത്ത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അബ്ബാസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്ന പോലെയുള്ള വിമത നീക്കങ്ങളും ഒരു ഭാഗത്തെ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും മധ്യ കേരളത്തിന്റെ മനസ്സ് തങ്ങളോടൊപ്പമാകുമെന്നൊരു അവകാശവാദം ഇടതുപക്ഷം ആവർത്തിച്ച് ഉന്നയിക്കുന്നു. വിശേഷം കൊച്ചി നഗരസഭയിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വെല്ലുവിളിയുമില്ല. സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് CPM LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല നഗരസഭകളിലും തൃക്കാക്കര അതുപോലെ തന്നെ കളമശ്ശേരി ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ വിമത ശബ്ദങ്ങൾ, വിമത നീക്കങ്ങൾ വലിയ വെല്ലുവിളിയായി LDF-നെ സംബന്ധിച്ച് മാറുന്നുണ്ട്. അരുൺകുമാർ, CPI വാർഡിൽ CPM എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. മുന്നണിയിലെ പൊരുത്തക്കേടുകളാണ് പലയിടത്തും. UDF-ലാണെങ്കിലോ പ്രത്യേകിച്ച് കോൺഗ്രസിലാണെങ്കിൽ സീറ്റിനു വേണ്ടിയുള്ള അടിയോടടിയാണ്.